നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം പിന്നെ ഇന്നാണ് കേട്ടോ ഞങ്ങൾക്ക് കറങ്ങാനൊരു സമയം കിട്ടിയത്. സോ 3 പേരും കൂടെ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എൻ്റെ ഹെയർ നാനോപ്ലാസ്റ്റ് ചെയ്തതിന് ശേഷം അവരൊരു ഓയിൽ തന്നിട്ടുണ്ട്. അത് അപ്ലൈ ചെയ്തിട്ടാണ് കേട്ടോ എപ്പോഴും ഡെയിലി ചെയ്യണമെന്നാണ് പറയുക. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തായാലും ചെയ്യാറുണ്ട്. പിന്നെ ദേ ഈ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, നല്ല കിടിലൻ ഡ്രസ്സാണ് കേട്ടോ. നല്ല സെയിലിന് നല്ല ലാഭമുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും പ്രൊഡക്റ്റ് ലെഫ്റ്റ് സൈഡിൽ ടാഗ് ചെയ്യാം. ഇപ്പോൾ ബോക്സിങ് പഠിക്കണേൻ്റെയാണ് കേട്ടോ മിത്തുക്കുട്ടിക്ക് ഈ കാണുന്നത്. ഞങ്ങളാണെങ്കിൽ മിറർ സെൽഫി എപ്പോഴും ലിഫ്റ്റ് കയറി എടുക്കും. പക്ഷേ ഇത് ലിഫ്റ്റ് കയറി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു. അങ്ങനെ തന്നെ അതേ ഫ്ലോറിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ. ഇന്ന് ക്രോമയിലാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ അയൺ ബോക്സ് കേട് വന്നു. അപ്പോൾ അത് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അവർ റീപ്ലേസ്മെൻറ്റ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ വിചാരിച്ചു ആ സെയിം ബോക്സിന് റീപ്ലേസ്മെൻറ്റിന് പകരം ഞാൻ കുറേ കാലമായിട്ട് വിചാരിച്ചിരിക്കുന്ന സംഭവമായിരുന്നു ഈ പോർട്ടബിൾ അയൺ ബോക്സ്. ഇതിൻ്റെ റിവ്യൂ ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അത് വാങ്ങാൻ വേണ്ടി അത് വാങ്ങിച്ചു കേട്ടോ. കാരണം മറ്റേതിൻ്റെ പൈസയും തരും, പിന്നെ കുറച്ചും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചതേ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ലാഫറൈൻ, അങ്ങനെ തന്നെ പറയാൻ തോന്നുന്നുണ്ട്, എപ്പോഴും വരാറുള്ള ഈ ഒരു കഫേയിലേക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ ഈ ബോബ ടീ, നമ്മുടെ ബബിൾ ടീ ഉണ്ടല്ലോ, ഇത് ആദ്യമായിട്ടാണ് ഞാൻ ടേസ്റ്റ് ചെയ്യണം. അപ്പം മിത്തുക്കുട്ടി എപ്പോഴും ചെയ്യുമ്പോൾ പറയും നല്ല ടേസ്റ്റാണ് അമ്മ, ടാപ്പിയോക്കെയാണ് അതിൻ്റെ അടിയിൽ കാണുന്നത്, അതിങ്ങനെ കടിച്ച് കഴിക്കുക. പക്ഷേ ഏത് ബോബ ടീ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ മാംഗോ മസ്താനയുടെ ഒരു ടേസ്റ്റ് അതിൻ്റെ അടുത്തൊക്കെ വല്ലതും വരും. ഇപ്പം മാംഗോ ഫെസ്റ്റിവലാണ് സമ്മറിലായിട്ട്. രംഷേട്ടൻ പിന്നെ ഈ പ്രകോപനങ്ങളിൽ ഒന്നും തന്നെ വീഴാതെ സാൻഡ്വിച്ച് മാത്രം ഓർഡർ ചെയ്തു. അതിൽ വന്ന ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഞങ്ങളോട് എടുത്ത് വരാൻ പറഞ്ഞിട്ട്. എനിക്ക് പൊതുവേ സാൻഡ്വിച്ച് ഭയങ്കര ഇഷ്ടമാണ്. മുംബൈയിലാണെങ്കിൽ പിന്നെ പറയും വേണ്ട, ഇതൊരു കിടിലൻ സാൻഡ്വിച്ച് ആയിരുന്നു കേട്ടോ. നോൺ വെജ് ലോഡഡ് സാൻഡ്വിച്ച്. ഞങ്ങളാണെങ്കിൽ ചിക്കൻ ചീസി ലോഡഡ് ഫ്രൈസും ചീസി ഗാർലിക് ബ്രെഡും സംഭവങ്ങളൊക്കെ കുത്തിക്കയറ്റി കൂട്ടത്തിൽ രംഷേട്ടന്, കാരണം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിത് റൊമാൻറ്റിക്കായിട്ട് ഉലാത്തുകയാണ്. റൊമാൻറ്റിക് ഒന്നല്ല കേട്ടോ, വയറ് നിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ട വെച്ചിട്ട് ഒന്ന് നടക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങളിതാ കാറിൽ ഒരു 11:30 ഒക്കെ ആയപ്പോൾ തിരിച്ചു പോന്നു കേട്ടോ. മിത്തുക്കുട്ടി ഇതേ എൻജോയ് ചെയ്യണു.